ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കീമിനെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സുകൾ എന്തെല്ലാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏത് കോളേജിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്, അപ്പം ആ കോളേജിലെ ഫാക്കൽറ്റീസോ അവിടുത്തെ സ്റ്റാഫോ എന്ത് ചെയ്യും, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. എന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വരണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം. അപ്പം ഓൾറെഡി അത് കിട്ടും. പക്ഷേ അതിന് മുമ്പേ നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഇൻകം സർട്ടിഫിക്കറ്റ് ആയാലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയാലും നേരത്തെ അപ്ലൈ ചെയ്താലേ നിങ്ങൾക്ക് ആ ടൈമിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആദ്യം വേണ്ടതെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് ജനന സർട്ടിഫിക്കറ്റ് ഓർ SSLC സർട്ടിഫിക്കറ്റ് അത് മതി. പിന്നെ നിങ്ങളുടെ TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും, TC വേണം. പിന്നെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് +2 ആൻഡ് SSLC. പിന്നെ നിങ്ങളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയുന്നതായിരിക്കും. അടുത്ത വേണ്ടത് ഫീ റെസിപ്റ്റ്. നിങ്ങളെ സിക്ക് അടച്ച ഫീ ഉണ്ടല്ലോ, ഇപ്പം ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം അടച്ച ഫീ ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്റ്റ് എടുത്ത് വെക്കണം, അത് വേണം. പിന്നെ ഡേറ്റ ഷീറ്റ് ഓഫ് കീം 2025. ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ +2ൻ്റെ മാർക്ക് ആഡ് ചെയ്തില്ല, അപ്പം കിട്ടിയ ആ പ്രിൻ്റാണ് ഡേറ്റ ഷീറ്റ്, അത് വേണം. അടുത്തത് വേണ്ടത് അലോട്ട്മെൻറ്റ് മെമ്മോ. നിങ്ങളുടെ അത് ഫസ്റ്റ് ഫേസിൻ്റെ അല്ല, സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് മെമ്മോ തന്നെ വേണം, അത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. അടുത്തത് നിങ്ങളുടെ ID പ്രൂഫ്, ആധാർ ഓർ പാൻ കാർഡ് അങ്ങനെ എന്തെങ്കിലും വേണം. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ബാങ്ക് പാസ്ബുക്ക്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു 4 to 6 ഫോട്ടോ വേണ്ടി വരും. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ കീമിൻ്റെ അഡ്മിറ്റ് കാർഡ് വേണമെന്നില്ല, എന്നാലും എടുത്തു വെച്ചൊരു ആവശ്യം വരും. അപ്പോൾ മെയിനായിട്ടും ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം അഡ്മിഷൻ എടുക്കാൻ. മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനെ പറ്റിയാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പേടിക്കേണ്ട, മെയിനായിട്ടും നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയാൽ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു PDF ഉണ്ട്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ PDF ഉണ്ട്. അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. മെയിനായിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ നോക്കത്തുള്ളൂ. അപ്പം ആ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതിൻ്റെ PDF വേണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുവാണെങ്കിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് പ്രോസ്പെക്ട്സിൽ നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം അത് പ്രിൻ്റ് എടുത്തിട്ട് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പം മെയിനായിട്ടും ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ കോളേജിൽ പോകാൻ. ഓൾറെഡി നിങ്ങളെ അവിടെ നിന്ന് ഫാക്കൽറ്റീസ് എന്ത് ചെയ്തു ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും ഡോക്യുമെൻറ്റ്സിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം പിറ്റേ ദിവസം അവിടുത്തെ ഫാക്കൽറ്റീസോ അവിടുത്തെ സ്റ്റാഫോ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് എന്ന് അഡ്മിഷൻ എടുക്കാൻ വരണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം, എല്ലാ കാര്യങ്ങളും അവർ പറയുന്നതായിരിക്കും. മെയിനായിട്ടും എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.